അവരെവിടെയാ താമസിക്കുന്നത് വല്ല അറിവില്ല. അത് ശരി, അറിവില്ലെന്ന്. അറിവില്ലാത്തവരോടാ ഞാൻ ചോദിക്കാൻ വന്നത്. എടോ, അങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കാൻ വഴിയില്ലെന്ന്. വഴിയില്ലെന്നോ? ഈ കാണുന്നൊക്കെ വഴിയല്ലടാ വഴി. അങ്ങോട്ട് പോയ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ ഒരു വഴിയുണ്ട്. ഇങ്ങോട്ട് പോയ അങ്ങോട്ട് വഴിയുണ്ട്. എന്താ ഉദ്ദേശം? അതായത് ഞാൻ അറിയാത്ത ഒരാളിവിടെ ഒന്ന് താമസിക്കില്ല, എനിക്ക് അറിയുന്ന ആൾക്കാരെ ഉള്ളൂ. നീ ഇതിന് മാത്രം ഒച്ചൽ വർത്തനം പറഞ്ഞ കാര്യം എന്താ? ഞാനൊരു കാര്യം ചോദിച്ചപ്പോ നീ ചൂടാകുന്ന കാര്യമുണ്ട്. ഞാൻ ചൂടായില്ലെന്നേ. ഇങ്ങനെയാണ് കാരണന്മാരോട് വലിയ ആൾക്കാർ വഴി ചോദിച്ചു വരുമ്പോ ആൾക്കാർ അന്വേഷിച്ചു പൊക്കണം. നീ എന്നെ ചൂടാണ്, നീ എന്നെ തല്ലുവോ? എന്റെ പൊന്ന് കർത്താവ്, ഇയാളെ കാത്തോളണേ. കളിക്കാൻ വരുന്ന ഒരാവശ്യമില്ലേ? അല്ല, ഞാൻ ചോദിച്ചപ്പോ അവൻ എനിക്ക് തന്നു. എന്നാ വേണം? എനിക്കൊന്നും വേണ്ട. അല്ല, ഞാനേ ഇവിടെ പുതിയതായിട്ട് ഒരു ഭാര്യയും ഭർത്താവും വന്ന് താമസിക്കുന്നുണ്ടോ? അതും വീട്ടിൽ നിന്ന് ഉടക്കി പിരിഞ്ഞ ആരെങ്കിലും പുതിയതായിട്ട്? എന്നാ ഞാനൊന്ന് ആലോചിച്ചായിരുന്നു. ഞാൻ ഇവിടെ അടുത്തുണ്ടല്ലേ? അവര് എത്ര ആളായി വന്നിട്ട്? ഒരു 3-4 മാസമായിട്ട്. 3-4 മാസമായി. ചെറുക്കന്റെ പേര് സുരേഷ്. ബാങ്കിലാണ് ജോലി. പെണ്ണിന്റെ പേര് റാണി. അവൾ ഈ കടയിലാ പറ്റുപടി. കുറുപ്പും പൊടി, മൂക്കിപ്പൊടി, അറക്കപ്പൊടി ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പച്ചവടി ആദ്യമായിട്ടൊക്കെ. താൻ കർണത്തടിന്ന് കേട്ടിട്ടുണ്ടോ? അത് അവിടുന്ന് കിട്ടിയായിരുന്നു. അല്ല, അതുകൊണ്ട് അതെ, വടക്കോട്ട് തിരിഞ്ഞ 4ാമത്തെ വീട്. അത് സിനിമ പേരല്ലേ? കരണത്തടി എന്ന് കേട്ടിട്ടുണ്ടോ? റാണിമോളെ. എന്തോ? ആരാ? മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഞാനാ അമ്മാവൻ സുരേഷ് ഇല്ലേ? ഇല്ല, ഓഫീസിൽ പോയിരിക്കാം. വിളിക്കാം. അതെന്താ മോളെ, ഞാൻ വേറൊരു കാര്യം പറയാം. കാരണം ഞാൻ അവന്റെ കല്യാണം നടത്തി കൊടുക്കാൻ ചെറിയൊരു വൈക്ലപ്പി അവനുണ്ട്. എങ്കിലും എന്റെ അനന്തരവൻ കൊള്ളാം. കാരണം ഇത്രയും നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെയും കെട്ടി ഒരു വീടും സെറ്റപ്പ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഇത് സ്വന്തമാണോ മോളെ, അതോ വാടകയാണോ? പുതിയത് വാങ്ങിച്ചതാ. ഇഷ്ടം പോലെ രൂപയെ കാണും. 10,000 രൂപയ്ക്കായി കാണും അല്ലേ? ചായ വേണ്ടെന്നേ, ചായ കുടിച്ചിട്ട് സമയം പോകും. ചായ ഒന്നും കുടിക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്. എന്തിനാണെന്നറിയാമോ? ഇവിടെ അടുത്തുള്ള ആയുർവേദ ഹോസ്പിറ്റൽ വരെ വന്നാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അമ്മാനി ഒഴിച്ചിലും തളർവാദം കൊള്ളതിന്റെ പേരില് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പൈസ തികയില്ല. ചികിത്സയ്ക്കാണെങ്കിൽ പൈസയില്ല. അപ്പൊ ഞാനോർത്ത് നിങ്ങളിവിടെ താമസിക്കുന്നുണ്ടല്ലോ. അന്നേരം എനിക്ക് കത്തി. ഞാൻ അപ്പൊ തന്നെ ഇങ്ങോട്ട് വരികയത്. ഉണ്ടെങ്കിൽ എനിക്ക് ഒരു 1000 രൂപ തന്നെ. അതിനെന്താ തരാലോ? തരുമോ? ചായ കുടിക്കാം. ചായ ഒന്നും വേണ്ടേ, പൈസ എടുത്തോണ്ടെങ്കിൽ വന്നാ മതി. എന്നാ സ്നേഹമുള്ള വേണ്ട. ആ സുരേഷ് വരാത്തത് നന്നായി. ഈ സുരേഷ് ആരാണാവും? ദൈവമേ, ശരി, എന്നെ എടുക്കുക. ആദ്യമായിട്ട് വന്നതല്ലേ? 2000 രൂപയുണ്ട്. അല്ല, വേണ്ട, അത് ശരിയാകത്തില്ല. അല്ല, ചായ വേണ്ട, ശരിയാകത്തില്ല. സുരേഷ് ചേട്ടൻ വന്നിട്ട്. വേണ്ടോ? ചേട്ടൻ വന്നല്ലോ. നമസ്കാരം. നമസ്കാരം. അല്ല, അമ്മാവൻ വന്നിട്ടുണ്ടെന്ന് ആ കടക്കാരൻ പറഞ്ഞു. വയസ്സായി വരികയല്ലേ മോനെ, നിങ്ങളെയൊക്കെ ഒന്ന് കാണണം തോന്നി. എന്നാ കണ്ണട വെക്കണേന്ന് അറിയാൻ പറ്റും. കണ്ണടയോ? കണ്ണടയുന്നേ ചത്തുപോകുന്നു. അതെ, ഒരു സമയമാണല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. അല്ല, ഊണ് കഴിച്ചിട്ട് പോവാ. ഊണ് കഴിച്ചിട്ട് പോവാമാവാ, അവിടെ ഇരിക്കേ. ശരിയല്ല, ഞാൻ അല്ല, അമ്മാവൻ ഉണ്ടിട്ട് പോയാ മതി. അതുകൊണ്ടല്ലടാ മോനെ, ഞാൻ പോയില്ലേ ശരിയായില്ല. എന്റെ ബസ് പോകും. ബസ് പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. നിനക്കറിയാലോ, എനിക്ക് ആമവാദമുള്ള. ഞാൻ പോകും. പോക്കോട്ടെ പ്ലീസ്, പോകും. അല്ല, ഊണ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അമ്മാവൻ 1 മിനിറ്റ് ഒന്ന് ഇരിക്കുവോ? 1 മിനിറ്റ്. ഒരു മിനിറ്റ് കേട്ടോ. ഈ കരിങ്കുരങ്ങനാണ് വെള്ളിക്ക പോലത്തെ പെണ്ണെ കിട്ടി. അമ്മാവൻ എന്ത് തോന്നിക്കണം? ആദ്യമായിട്ട് വന്നിട്ടൊന്ന് ഊണ് കഴിക്കാൻ പോലും. അതെങ്ങനെ കഴിക്കുന്നേ? നമ്മളോട് ഇപ്പോഴും പിണക്കം മാറിയിട്ടുണ്ടാവില്ല. അമ്മാതിരി പണിയല്ലേ നമ്മള് കാണിച്ചേ? ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ. എന്നാലും പിണക്കം മാറിയല്ലോ. വീട്ടുകാര് പറഞ്ഞു വിട്ടായിരിക്കും. ഞാൻ 2000 രൂപ കൊടുത്തു. അതേതായാലും നന്നായി. അമ്മാവനോട് വന്നിട്ട് ഒരു കുറവും വന്നെന്ന് പറയില്ലല്ലോ. ഏതായാലും പിണക്കം മാറി വന്നതല്ലേ. എന്റെ പേരിൽ ഒരിക്കലും ഒരു 2000 രൂപ. എന്തായാലും നന്നായി. അമ്മാവന് വലിയൊരു ആശ്വാസമായി കാണും. എന്നാ ഈ കരിങ്കുരങ്ങന വെള്ളിക്ക പോലത്തെ പെണ്ണെ കിട്ടിയത്. ഇവിടുന്ന് എന്നാ പോലും എടുത്തോണ്ട് പോകാനുള്ളത്. ഇവിടെ ആകെയുള്ള തൂണ് പറിച്ചോണ്ട് പോകാനോ. എന്നിട്ട് വേണോ വീട് എന്റെ തലയിലേക്കാണ്. കോട്ടം അവിടെ ഇരിക്കും. ഏതായാലും ഞങ്ങളോടുള്ള പിണക്കമെല്ലാം മറന്നിട്ട് അമ്മാവൻ വന്നതല്ലേ ഇവിടെ. ആദ്യമായിട്ട് ഞങ്ങളുടെ വിരുന്നുകാരനും അമ്മാവനാണ്. അപ്പോ ആശുപത്രി കേസ് കിട്ടുന്നതുകൊണ്ടെന്ന് പറഞ്ഞു. അത് നമ്മുടെ അമ്മാവന്റെ ഇവിടെ ഉഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന് ഞാനിവിടെ വന്നപ്പോ പൈസ കഴിഞ്ഞില്ലെന്നൊക്കെ അല്ല പറഞ്ഞു. 2000 രൂപ പറഞ്ഞു. അത് മതിയോ? ഒന്നും തോന്നുന്നില്ല. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എന്റെ വക ഒരു 2000 രൂപ കിട്ടുന്നത്. അല്ല, ആശുപത്രിയിൽ എന്തെങ്കിലും ആവശ്യം വരും.
പിന്നെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഈ അമ്മാവൻ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. എന്നാ ഞാൻ പൊക്കോട്ടെ. ആ എന്നാ ശരി, കാണാം. ആ അല്ല ഈ കുടം ഈ കൊടക്ക് ഈ കുടം കണ്ട ഭയങ്കര ദുഃഖാണ്. ശരിയാണ്. ഏതായാലും നിന്റെ അമ്മാവനോട് ആദ്യമായിട്ട് വന്നിട്ട് എന്റെ അമ്മാവനോ? ഏ? എനിക്കങ്ങനെ ഒരു അമ്മാവനില്ല. പിന്നെ ഇത് ആരുടെ അമ്മാവനാ ഇത്? ചേട്ടന്റെ അമ്മാവനല്ലേ? ശ്ശേ, ഞാൻ വിചാരിച്ചു നിന്റെ അമ്മാവനാന്ന്. ഞാൻ കരുതി നിങ്ങളുടെ എനിക്ക് അമ്മാവനാണ്. അങ്ങനെ ഒരു അമ്മാവനില്ലല്ലോ. പിന്നെ ഇത് ആരുടെ അമ്മാവനാ? അതന്നെ ഞാനും ചോദിച്ചത് ആരുടെ അമ്മാവനാന്ന്. എന്നാലും എന്റെ അമ്മാവാ ഞങ്ങൾക്ക് ടീ പണി തന്നല്ല. എടാ, ഇവിടെ പുതിയതായിട്ട് വീടുകളിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി വന്ന് താമസിക്കുന്ന ദമ്പതിമാർ ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ്. അവരെവിടെയാണെന്നറിയാമോ? പക്ഷെ സംഗതി പോരാ. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട് ടാർസിംഗ് കാണാതെ പല സീരിയൽ ഇരുന്ന് കാണാൻ. അവളുടെ ഒരു ഒടുക്കത്ത ടാറും സിംഗറും. കൊച്ചുണ്ണിക്ക് എന്നെ മനസ്സിലായില്ല. എടാ നീ കുഞ്ഞുണ്ണിയല്ലേടാ? അപ്പൊ നിങ്ങ പരിചയക്കാരാ? പരിചയക്കാരാണോ? എടാ നമ്മള് ലാസ്റ്റ് കൂടിയതാ സ്വർണ്ണക്കട കുത്തിപ്പൊളിക്കാനല്ലേ. എടാ ഒന്ന് പതുക്കെ പറ. എന്താ? ഞാൻ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റാ. എടാ നമ്മക്കൊന്നൂടെ കൂടണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഓപ്പറേഷൻ. അതിനല്ലേ ഞാൻ വേഷം മാറി ഇവിടെ താമസിക്കുന്നത്. ആയിക്കോട്ടെ. മൈ ഹാപ്പി.